പ്രണയം പാതി വഴിയിൽ ഒഴിവാക്കപ്പെടുന്നത് അതികഠിനമായ വേദനയാണല്ലേ? അതുപോലെ തന്നെയാണ് പ്രണയം നിരസിക്കപ്പെടുന്നത്. ഇത് ചിലർക്ക് കടുത്ത അപമാനമായി തോന്നാം. മനസ്സിൽ പകയും വൈരാഗ്യവും ഉടലെടുക്കാം. ഒരാളുടെ ഇഷ്ടവും പ്രണയവും തോന്നുന്നത് മനുഷ്യ സ്വാഭാവികമാണ്. എന്നാൽ ചില മനോവൈകൃതമുള്ളവരുണ്ട്. പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നവർ, അവരെ ഉപദ്രവിക്കുന്നവർ. തിരുവനന്തപുരം പനവൂർ സ്വദേശി സഹദ് ഒരു കൊടും ക്രിമിനലാണ്. പെൺകുട്ടികളെ പരസ്യമായി ശല്യം ചെയ്യും, പിന്നാലെ നടന്ന് വേട്ടയാടും. വട്ടപ്പാറ സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനിയെ ഇയാൾ ആക്രമിച്ചത് അവളുടെ വീടിൻ്റെ മുന്നിൽ വെച്ചാണ്. പ്രണയം നിരസിച്ചതിൻ്റെ പകയാണോ സംഭവത്തിന് പിന്നിൽ? ഇതോടൊപ്പം കാസർഗോഡ് SFI നേതാവിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയും വയനാട്ടിൽ വയോധികയെ 17കാരൻ കൊലപ്പെടുത്തിയ കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഒരാളുടെ ആകർഷണവും സ്നേഹവും തോന്നുന്നത് തെറ്റല്ല. എന്നാൽ ആ ഇഷ്ടവും പ്രണയവും പരിധി കടന്നാലോ അത് ജീവിതം തന്നെ നശിപ്പിച്ചേക്കാം. തിരുവനന്തപുരം വട്ടപ്പാറയിൽ +2 വിദ്യാർത്ഥിനിക്ക് നേരെ യുവാവ് ആക്രമണം നടത്തിയത് പ്രണയം നിരസിച്ചതിൻ്റെ പകയിലാണോ? കന്യാകുളങ്ങര സ്വദേശിനിയും നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ 16കാരിക്കാണ് കുത്തേറ്റത്. വീടിന് സമീപത്ത് കാത്തുനിന്ന യുവാവ് പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിയ ശേഷം കാറിൽ കടന്നു കളയുകയായിരുന്നു. പരിക്കേറ്റ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സ്ഥലത്ത് പിടിപൊളി നടന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. പ്രതി പനവൂർ സ്വദേശി സഹദിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണോ ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കന്യാകുളങ്ങര കൈതറക്കോണം സ്വദേശിയായ 16കാരിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പനവൂർ സ്വദേശിയായ 21കാരൻ സഹദാണ് പെൺകുട്ടിയെ ആക്രമിച്ചത്. വീട്ടിൽ നിന്നും ബുക്ക് വാങ്ങാനായി പുറത്തേക്കിറങ്ങിയതായിരുന്നു പെൺകുട്ടി. ഈ സമയം വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പ്രദേശത്ത് കാറിൽ കാത്തുനിൽക്കുകയായിരുന്ന സഹദ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മുഖത്തും മുതുകിലുമാണ് കുത്തേറ്റത്. മുതുകിലെ മുറിവ് ആഴത്തിലുള്ളതാണെന്ന് നാട്ടുകാർ പറയുന്നു. കൃത്യത്തിന് ശേഷം പ്രതി ഉടൻ കാറിൽ സ്ഥലത്ത് നിന്നും കടന്നുകളഞ്ഞു. അമിതവേഗത്തിൽ കാർ ഓടിച്ച പ്രതി എതിർവശത്ത് നിന്ന് വന്ന വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ചാണ് രക്ഷപ്പെട്ടത്. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് രക്തത്തിൽ കുളിച്ചു കിടന്ന പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. സംഭവ സ്ഥലത്ത് പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. സംഭവത്തിൽ വട്ടപ്പാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് ആക്രമിക്കപ്പെട്ടത്. വ്യക്തിവൈരാഗ്യമാണോ മറ്റ് കാരണങ്ങളാണോ ആക്രമണത്തിന് പിന്നിലെന്ന് പരിശോധിച്ചു വരികയാണ്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് കാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതി സഞ്ചരിച്ച കാർ വൈകിട്ടോടെ കണിയാപുരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. റൌഡി ലിസ്റ്റിലുള്ള സഹദ് മുമ്പ് പോക്സോ കേസിലും പ്രതിയാണെന്ന് വട്ടപ്പാറ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ നാട്ടിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എവിടെയാണ് സുരക്ഷിതത്വമുള്ളത്? പകലും രാത്രിയും അക്രമികൾ അഴിഞ്ഞാടുന്ന കാഴ്ച. സ്കൂളിൽ നിന്നും ജോലി കഴിഞ്ഞും തനിച്ച് യാത്ര ചെയ്യാൻ പോലും പേടിക്കേണ്ട കാലം. മൂവാറ്റുപുഴയിൽ സ്പായിലെ ജീവനക്കാരിയെ അർദ്ധരാത്രിയിൽ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിലേക്കാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ബൈക്കിലെത്തിയ സംഘം യുവതിയെ പിന്തുടർന്ന് മോശമായി പെരുമാറിയത്. പിന്നീട് ടിപ്പർ ലോറിയിൽ കയറിയാണ് യുവതി രക്ഷപ്പെട്ടത്. തുടർന്ന് ടിപ്പർ പിന്തുടർന്ന് പ്രതികളെ പിറവത്ത് വെച്ച് വാക്കരം തടഞ്ഞ് പോലീസ് പിടികൂടി. 5-അംഗ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനായി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകവേ ബൈക്കിലെത്തിയ യുവാക്കൾ യുവതിയെ പിന്തുടരുകയും മോശമായി സമീപിക്കുകയും ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ ബൈക്ക് കൊണ്ട് ഇടിപ്പിക്കാനും ശ്രമമുണ്ടായി. ഈ സമയം അതുവഴി വന്ന ടിപ്പറിൽ യുവതി കയറി. തുടർന്ന് 15 കിലോമീറ്ററോളം സംഘം മാരകായുധങ്ങളുമായി പിന്തുടർന്നു. ഇതോടെ യുവതി പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു. ഉടൻ തന്നെ പോലീസ് പാഞ്ഞെത്തി യുവതിയെ സുരക്ഷിതയാക്കുകയായിരുന്നു. പോലീസ് ജീപ്പ് കണ്ടതോടെ സംഘം കടന്നു കളഞ്ഞു. ടിപ്പർ ലോറി ഡ്രൈവറാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. യുവാക്കളാണ് പിന്തുടർന്നതെന്ന് യുവതി പറഞ്ഞതോടെ പോലീസ് അന്വേഷണം നടത്തി 5 പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു.
ഈസ്റ്റ് മാറാടിയിലുള്ള അജിത്, മീൻകുന്ന് സ്വദേശി അദ്വൈത്, പഞ്ചായത്ത് പടിയിലുള്ള ടോമി ഷാജി, ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന അർജുൻ സനിൽ, മങ്ങമ്പറ ഭാഗത്തുള്ള അശ്വിൻ രഘു എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ അനിൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ SI-മാരായ CR രഞ്ജുമോൾ, S ശ്രീനാഥ്, MM ഉബൈസ്, MV ദിലീപ് കുമാർ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് 18 മൂവാറ്റുപുഴ. ഞരമ്പ് രോഗികളായ ചില ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. പെൺകുട്ടികൾക്ക് അശ്ലീല സന്ദേശങ്ങളും ദൃശ്യങ്ങളും അയക്കുന്നവർ, അവരെ പിന്തുടർന്ന് വേട്ടയാടുന്നവർ. കാസർഗോഡ് SFI ജില്ലാ സെക്രട്ടറി അനുരാഗിനെതിരെ ഉയർന്നു വരുന്നത് ഇത്തരമൊരു ഗുരുതര ആരോപണമാണ്. SFI ഏരിയ കമ്മിറ്റി അംഗമായ പെൺകുട്ടിയാണ് യുവ നേതാവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്നാണ് CPM ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പെൺകുട്ടി ആരോപിക്കുന്നത്. സംഭവത്തിൽ അനുരാഗിനെതിരെ പാർട്ടി അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരം. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കെതിരെ CPIM ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകി SFI ഏരിയ കമ്മിറ്റി അംഗമായ പെൺകുട്ടി ജില്ലാ സെക്രട്ടറി K അനുരാഗിനെതിരെയാണ് ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടി പരാതി നൽകിയത്. നിരന്തരം സന്ദേശങ്ങൾ അയച്ചതോടെ പെൺകുട്ടി അനുരാഗിനെ വിലക്കിയിരുന്നു. CPIM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറിയോട് 2 മാസം മുൻപ് ഇക്കാര്യത്തിൽ പരാതിപ്പെട്ടു. പിന്നീട് ഫ്രാക്ഷൻ യോഗം വിളിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്നാണ് CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലിന് പെൺകുട്ടി പരാതി നൽകിയത്. വിഷയത്തെ തുടർന്ന് അടിയന്തരമായി ജില്ലാ ഫ്രാക്ഷൻ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പെൺകുട്ടി നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ അത് പൊതുസമൂഹത്തിൽ SFIക്കും പാർട്ടിക്കും ക്ഷീണമുണ്ടാകുമെന്ന് വിലയിരുത്തലുണ്ട്. അതിനാൽ SFI ജില്ലാ സെക്രട്ടറി അനുരാഗിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചന. ന്യൂസ് 18 കാസർഗോഡ്. പ്രണയത്തെക്കാൾ സൗഹൃദത്തിന് പ്രാധാന്യം നൽകുന്ന ബെസ്റ്റികളുടെ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പരമ്പരാഗത പ്രണയ സങ്കല്പങ്ങൾ മാറി വിശ്വസ്തരായ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചിലവഴിക്കാനും യാത്രകൾ ചെയ്യാനുമാണ് പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സൗഹൃദങ്ങളെ വിശ്വസിക്കാൻ വരട്ടെ കേട്ടോ. കാസർഗോഡ് 19-കാരിയെ ലോഡ്ജിലെത്തിച്ച് കെട്ടിയിട്ട് പീഡിപ്പിച്ചത് ആൺ സുഹൃത്താണ്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ വെച്ചാണ് യുവതി പീഡനത്തിനിരയായത്. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശി വിഷ്ണുപ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ പ്രശ്നം തീർക്കാനെന്ന വ്യാജേന നഗരത്തിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി 19-കാരിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിലാണ് കാസർഗോഡ് സ്വദേശിയായ വിഷ്ണുപ്രസാദ് പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിൽ വെച്ചായിരുന്നു പീഡനം. ഈ പെൺകുട്ടിയുടെ സഹോദരനെയാണ് വിഷ്ണുപ്രസാദ് ആദ്യം വിളിക്കുന്നത്. 19-കാരിയുടെ സുഹൃത്തായ പെൺകുട്ടി ലോഡ്ജിലുണ്ടെന്നും വലിയ മാനസിക വിഷമത്തിലാണെന്നും വിശ്വസിപ്പിച്ചാണ് ഓട്ടോയിൽ കയറ്റി ലോഡ്ജിലേക്ക് എത്തിച്ചത്. തുടർന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എതിർത്തപ്പോൾ വസ്ത്രം ഉപയോഗിച്ച് കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി. പീഡനത്തിന് പിന്നാലെ ലോഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ട 19-കാരി വീട്ടുകാരെ വിവരമറിയിച്ച് പോലീസ് സഹായം തേടുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? ലഹരിയിൽ മതിമറന്ന് ലക്ഷ്യബോധമില്ലാതെ വഴിതെറ്റി നടക്കുകയാണോ? ആക്രമികളും കൊലയാളികളുമായി മാറുകയാണോ?
ആശങ്കപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതുമായ കഥകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. വയനാട് വൈപ്പടിയിൽ വയോധികയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് 17-കാരനാണ്. വൈപ്പടി സ്വദേശിനി 85-കാരി ഫാത്തിമ കൊല്ലപ്പെട്ട കേസിൽ 3 ആഴ്ചയ്ക്ക് ശേഷമാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. പണം ചോദിച്ചിട്ട് നൽകാത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് കൊല നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇയാൾ സ്ഥിരം കുറ്റവാളിയെന്നും സംശയമില്ല. കോട്ടത്തറ വൈപ്പടിയിൽ വയോധിക കൊല്ലപ്പെട്ട കേസിലാണ് 17-കാരൻ പിടിയിലായത്. തനിച്ചു താമസിച്ചിരുന്ന 85-കാരി ഫാത്തിമയെ മെയ് 24-ന് വൈകിട്ട് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പണം നൽകാത്തതിന്റെ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. കൊലപാതകം നടന്ന് 22 ദിവസത്തിനു ശേഷമാണ് പ്രതി പോലീസ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ ജുവനിയൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി. കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് ഫാത്തിമയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായത്. കഴുത്തിലെ എല്ലുകൾക്കും ഇടതുവാരിയെല്ലുകൾക്കും പൊട്ടലുണ്ടായിരുന്നു. ശരീരത്തിൽ പലയിടത്തും വേറെ പരിക്കുകളും ഉണ്ടായിരുന്നു. വയോധികയെ ക്രൂരമായി മർദ്ദിച്ച് വീടിന്റെ കിടപ്പുമുറിയിൽ വച്ച് കഴുത്തിൽ വള്ളി ചുറ്റിയാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. മോഷണം, സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൽ, പണം ആവശ്യപ്പെട്ട് പ്രായമായ സ്ത്രീകളെ ഉപദ്രവിക്കുക തുടങ്ങി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളാണ് ഈ 17-കാരൻ. കുട്ടിയെക്കുറിച്ച് മുൻപും പോലീസിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിലും 2026 ജനുവരിയിലുമായി 2 തവണ ഇയാൾക്കെതിരെ ജുവനിയൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ന്യൂസ് 18 വയനാട്. ലഹരി വിമുക്ത നാടെന്നത് ഒരു ദേശത്തിൻ്റെയും ജനതയുടെയും ആവശ്യമാണ്. എന്നാൽ സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത്യന്തം അപകടകരമായ നിലയിലേക്ക് മാറുന്നു. കേരളത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച് ഇതിൻ്റെ പിന്നിൽ വൻ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ച് പുതിയ തലമുറ അഴിഞ്ഞാടുകയാണ്. കോട്ടയം വാഴൂരിൽ യുവാക്കളുടെ പരസ്യമായ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനെ തുടർന്ന് വലിയ സംഘർഷമാണ് ഉണ്ടായത്. നാട്ടുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച 4 യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. വാഴൂർ മൈലാടുംപാറയിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് 2.5 മണിക്കൂർ നീണ്ട അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. ഞായറാഴ്ച നടന്ന സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അക്രമികളായ 4-അംഗ സംഘം 3 ദിവസമായി സ്ഥലത്ത് തമ്പടിച്ച് നാട്ടുകാരെ ഉപദ്രവിക്കുകയായിരുന്നു. സംഘത്തിൽപ്പെട്ട ജുബിന്റെ അമ്മ വീട്ടിൽ തങ്ങിയാണ് യുവാക്കൾ ലഹരി ഉപയോഗം തുടങ്ങിയത്. തുടർന്ന് വഴിയരികിലേക്ക് മാറിയതോടെ നാട്ടുകാർ ചോദ്യം ചെയ്തു. ഇതിനിടെ നാട്ടുകാരെ പലതവണ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇതിനൊടുവിലാണ് ഞായറാഴ്ച വൈകിട്ട് 5:30-യോടെ അക്രമ പരമ്പര തുടങ്ങിയത്. വീടുകൾക്ക് നേരെ കല്ലെറിയുകയും സ്ത്രീകളോടുൾപ്പെടെ അസഭ്യം പറയുകയും ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. ഇത് ചോദ്യം ചെയ്തതോടെ നാട്ടുകാരെ പ്രതികൾ കയ്യേറ്റം ചെയ്തു. 2 മണിക്കൂറും അക്രമം തുടർന്നതോടെ നാട്ടുകാർ സംഘടിച്ച് പ്രതിരോധിക്കുകയായിരുന്നു. തുടർന്ന് യുവാക്കളെ പിടിച്ചുകെട്ടി പോലീസിന് കൈമാറി. സംഭവമുണ്ടായി 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയത്. വാഴൂർ പാറാംകോട് സ്വദേശികളായ ജുബിൻ, ജിബിൻ, അമൽ, കിഷോർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോട്ടയം. നിങ്ങൾ എപ്പോഴെങ്കിലും ലോൺ ആപ്പിൽ നിന്ന് പണം കടമെടുത്തിട്ടുണ്ടോ? ഗതികേട് കാരണം ആപ്പിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ അപകടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും. പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഭീഷണിയും ബ്ലാക്ക് മെയിലിങ്ങും. തിരുവനന്തപുരം നഗരൂരിൽ വീട്ടമ്മയുടെ നഗ്നചിത്രം മോർഫ് ചെയ്ത് ലോൺ ആപ്പ് തട്ടിപ്പുകാർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. ഈ ചിത്രങ്ങൾ ബന്ധുക്കളുടെ വാട്സാപ്പ് നമ്പറുകളിലേക്കും തട്ടിപ്പ് സംഘം അയച്ചു കൊടുത്തു. വീട്ടമ്മ നൽകിയ പരാതിയിൽ
സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യൂട്യൂബ് കാണുന്നതിന് പ്രത്യക്ഷപ്പെട്ട ലോൺ ആപ്പ് വീട്ടമ്മ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും നിർദ്ദേശങ്ങളനുസരിച്ച് ബാങ്ക് അക്കൗണ്ട്, ആധാർ, പാൻ നമ്പറുകൾ എന്നിവ സമർപ്പിക്കുകയുമായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ വീട്ടമ്മയുടെ അക്കൗണ്ടിലേക്ക് 2 ഗഡുക്കളായി 3000 രൂപ ക്രെഡിറ്റ് ആവുകയും ചെയ്തു. 7 ദിവസത്തിനുള്ളിൽ 5022 രൂപ തിരിച്ചടയ്ക്കാനും ഇവർ നിർദ്ദേശം നൽകി. പിറ്റേ ദിവസം വീട്ടമ്മ തുക തിരിച്ചടയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. മണിക്കൂറുകൾക്ക് ശേഷം 2500 രൂപ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായി. ഒരാഴ്ചയ്ക്ക് ശേഷം വാട്സാപ്പിൽ ഉടൻ പണം തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ലോൺ ആപ്പിന്റെ ഭീഷണി സന്ദേശം വന്നു. ഇതിന് മറുപടി നൽകാതെ വന്നപ്പോൾ വാട്സാപ്പിലെ പ്രൊഫൈൽ ചിത്രം ഉപയോഗിച്ച് മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ അയച്ച് ഭീഷണി തുടരുകയായിരുന്നു. ഈ ചിത്രങ്ങൾ വീട്ടമ്മയുടെ ബന്ധുക്കളുടെ വാട്സാപ്പ് നമ്പറുകളിലേക്കും തട്ടിപ്പ് സംഘം അയച്ചു. തുടർന്ന് വീട്ടമ്മ സൈബർ പോലീസിൽ പരാതി നൽകി. പരാതികൾ നൽകിയ ശേഷവും തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണി ലഭിക്കുന്നതായി വീട്ടമ്മ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ടിനി ടോം, ലക്ഷ്മിപ്രിയ തുടങ്ങിയ ചലച്ചിത്ര താരങ്ങൾക്കെതിരായ നടി അൻസിബ ഹസന്റെ പരാതി നിയമപരമായി നിലനിൽക്കുന്നതാണോ? പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? അൻസിബ നൽകിയ പരാതിയിൽ ടിനി ടോമിന്റെ മൊഴി കടവന്ത്ര പോലീസ് രേഖപ്പെടുത്തി. അൻസിബയുടെ പരാതി അടിസ്ഥാനരഹിതമെന്നാണ് ടിനി ടോം നൽകിയ മൊഴി. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ടിനി ടോമിന്റെ മൊഴിയിലുണ്ട്. താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ മൊഴിയും രേഖപ്പെടുത്തി. അതേസമയം പോലീസിനെ രൂക്ഷമായി വിമർശിച്ച അൻസിബ രംഗത്തെത്തി. പ്രാഥമിക അന്വേഷണം എന്ന പേരിൽ നടക്കുന്നത് പ്രഹസനമെന്ന് കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ടാഗ് ചെയ്തിട്ടുണ്ട്. നടി അൻസിബ ഹസന്റെ പരാതിയിൽ ആരോപണ വിധേയനായ നടൻ ടിനി ടോമിന്റെ മൊഴിയെടുത്ത് പോലീസ്. കടവന്ത്ര പോലീസാണ് ടിനിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അൻസിബയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നാണ് ടിനി ടോമിന്റെ മൊഴി. താൻ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ല. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചുവെന്നും ആരോടും പറഞ്ഞിട്ടില്ല. അമ്മയുടെ കുടുംബയോഗത്തിനിടെ നീനാക്കുറുപ്പുമായി ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തുടർന്നാണ് അൻസിബ പരാതിയുമായി രംഗത്തെത്തുന്നത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നുള്ള പരാതിയാണെന്നും ടിനി ടോം മൊഴി നൽകി. അതേസമയം പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് അൻസിബ രംഗത്തെത്തി. പ്രാഥമിക അന്വേഷണം എന്ന പേരിൽ നടക്കുന്നത് പ്രഹസനമാണെന്നും പ്രതികളെ സംരക്ഷിക്കുന്ന നീക്കമാണ് നടക്കുന്നതെന്നും നടി ഫേസ്ബുക്കിൽ കുറിച്ചു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പ്രതിയുടെ മൊഴിയെടുക്കുന്നെന്നും അന്വേഷണ റിപ്പോർട്ട് പരാതിക്കാർക്ക് നൽകണമെന്ന വ്യവസ്ഥ അട്ടിമറിച്ചെന്നും അൻസിബ പറയുന്നു. പ്രതികൾക്ക് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമാണെന്ന് ആരോപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ടാഗ് ചെയ്തിട്ടുണ്ട്. താൻ ഈ പരാതി ഉന്നയിച്ചത് അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്വേതാ മേനോനോടാണെന്നും അതിൽ ശ്വേതാ മേനോൻ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയില്ലെന്നും പോലീസിന് നൽകിയ പരാതിയിൽ അൻസിബ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കടവന്ത്ര പോലീസ് കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോന്റെ മൊഴിയെടുത്തിരുന്നു. ടിനി ടോം വർഗീയ അധിക്ഷേപം നടത്തിയതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് ശ്വേതയുടെ മൊഴി. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചെന്ന് ടിനി പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ശ്വേത മൊഴി നൽകി. നേരത്തെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായിരുന്ന നടി നീനാക്കുറുപ്പിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അൻസിബ ഹസൻ തന്നെ മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന ടിനി ടോമിന്റെ ആരോപണം വ്യാജ പ്രചരണമാണെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിന്റെ മകനും കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കും അനീതിക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ പ്രതികരിക്കുന്നവരാണോ നിങ്ങൾ? ഇക്കാലത്ത് ഇങ്ങനെ പ്രതികരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? പാലക്കാട് വാടാനംകുറിച്ചിയിൽ അയൽക്കാരനെ മരവടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വ്യക്തിവിരോധത്തെ തുടർന്നാണ്. കേസിൽ സഹോദരങ്ങളായ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത്
പാറ പൊട്ടിക്കുന്നതിനെതിരെ കളക്ടറേറ്റിൽ പരാതി കൊടുത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് 56-കാരനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. വധശ്രമത്തിനാണ് ഷൊർണൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷൊർണൂർ വാടനാംകുറിശി പൊയിലൂരിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു അക്രമം. അയൽവാസിയായ വട്ടപ്പറമ്പിൽ വീട്ടിൽ 56-കാരൻ അബ്ദുൾ നാസറിനെ മരവടി കൊണ്ട് തലയ്ക്കും നെറ്റിക്കും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലാണ് സഹോദരങ്ങൾ പിടിയിലായത്. വാടനാംകുറിശി വാര്യത്തൊടി വീട്ടിൽ 38 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ, സഹോദരൻ 34 വയസ്സുള്ള ഹംസ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പാറ പൊട്ടിക്കുന്നതും മണ്ണെടുക്കുന്നതും സംബന്ധിച്ച് ജില്ലാ കളക്ടറേറ്റിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണമുണ്ടായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അബ്ദുൾ നാസറിന്റെ തലയിൽ 9 തുന്നലുകളും നെറ്റിയിൽ 3 തുന്നലുകളും ഉണ്ട്. ഇദ്ദേഹം ഇപ്പോഴും പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. SI KP അശ്വിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള ഷൊർണൂർ പോലീസ് ക്രൈം സ്ക്വാഡിന്റെ കൂടെ സഹായത്തോടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി പാമ്പാടുംപാറയിൽ നിന്ന് കാണാതായ യുവതിക്കും കുഞ്ഞിനും എന്താണ് സംഭവിച്ചത്? രണ്ടുപേരുടെയും തിരോധാനത്തിൽ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ല. പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. പാമ്പാടുംപാറ സ്വദേശിനി നീതു, 3 വയസ്സുള്ള മകൾ ശിവാനി എന്നിവരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെ കാണാതായത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്കു ശേഷം 2 മണിയോടെ മകളായ ശിവാനിയെ അംഗനവാടിയിൽ ചേർക്കുന്നതിന് മുന്നോടിയായി പുസ്തകവും ചെരുപ്പും മറ്റും വാങ്ങാനായി പോകുന്നുവെന്ന് പറഞ്ഞാണ് നീതു വീട്ടിൽ നിന്നിറങ്ങിയത്. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയ ശേഷം നീതു അമ്മയെ വിളിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. രാത്രി ആയതിനു ശേഷവും മടങ്ങിയെത്താത്തതിനാൽ ബന്ധുക്കൾ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. സഹോദരിയുടെ പരാതിയിൽ നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അവരന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇന്നലെ പോയി കേസ് എഴുതി കൊടുത്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന നടപടിയൊന്നും കിട്ടിയില്ല. ആവശ്യമായിട്ടുള്ള പരിഗണന നൽകുന്നില്ല കേസിന്. അവരിതുവരെ ഒന്നും കാണിച്ചിട്ടില്ല. വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളോട് ചോദിക്കുന്നത് എന്തെങ്കിലും തുമ്പ് കിട്ടിയെന്ന് അവർ ചോദിക്കുന്നത്. ഭർത്താവ് തമിഴ്നാട് സ്വദേശിയായ ശരവണനുമായി അകന്നു കഴിയുന്ന നീതു 1.5 വർഷമായി കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സഹോദരിക്കും കുഞ്ഞിനും എന്ത് സംഭവിച്ചുവെന്ന് അടിയന്തര അന്വേഷണം നടത്തി കണ്ടുപിടിക്കണമെന്നാണ് സഹോദരി നീനു ആവശ്യപ്പെടുന്നത്. പോലീസുകാർ പറയുന്നത് നെടുങ്കണ്ടത്തെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. പിന്നെ ഞങ്ങളോടാണ് വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വല്ല അറിവായോ, വിളിക്കുകയോ വല്ലതും ചെയ്തോ, ഫോൺ ഓണായെന്ന് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരോട് ഞങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും ഇത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളാം എന്ന് അവർ ഞങ്ങളോട് പറയുന്നത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്ന് പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു. പൊടി കുഞ്ഞാണ്. എനിക്ക് ആ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് ഇപ്പം ഏറ്റവും വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് എങ്ങനെയായാലും ആ പൊടിക്കുഞ്ഞിനെ അമ്മയെ ഒന്ന് തിരിച്ചു കിട്ടാനുള്ള സംവിധാനം എല്ലാ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ ആണെങ്കിലും എല്ലായിടത്തും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേസമയം അന്വേഷണം ആരംഭിച്ചതായും സൈബർ സെല്ലിന് ഫോൺ രേഖകളടക്കം കൈമാറിയതായും നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് നെല്ലായ സ്വദേശി നിയാമുദ്ദീൻ അതിവിദഗ്ധനായ കള്ളനാണ്. ബൈക്കുകൾ മോഷ്ടിക്കുന്നതിൽ ബിരുദൻ. ഇങ്ങനെ മോഷ്ടിക്കുന്ന വാഹനങ്ങളിൽ കറങ്ങി നടന്നാണ് കവർച്ച. തിരുവേഗപ്പുറയിൽ മോഷ്ടിച്ച ബൈക്കുമായി മറ്റൊരു മോഷണത്തിന് നീക്കം നടത്തുന്നതിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷ്ടിച്ച ബൈക്കാണിതെന്ന് മനസ്സിലായത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് നിയാമുദ്ദീനെന്ന് പോലീസ് പറയുന്നു.
തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂർ സ്വദേശി മുത്തുവിന്റെ വീടിന് മുന്നിൽ വച്ചിരുന്ന നെടുങ്ങോട്ടൂർ സ്വദേശി സുബിന്റെ ബൈക്കാണ് മോഷണം പോയത്. ഈ ബൈക്കുമായി മോഷ്ടാവ് നിയാമുദ്ദീൻ കുലുക്കല്ലൂർ പ്രഭാപുരം നാട്യമംഗലം ഭാഗത്ത് വീടുപണി നടക്കുന്ന സ്ഥലത്ത് കേബിൾ മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. സംശയാസ്പദമായി ഇയാളെ കണ്ട് നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് കൊപ്പം പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിലാണ് ബൈക്ക് മോഷ്ടിച്ച വിവരമറിയുന്നത്. SI നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ നിയാമുദ്ദീനെ റിമാൻഡ് ചെയ്തു. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി 23 കേസുകളിലെ പ്രതിയാണിയാൾ. ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തലശ്ശേരിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമം. ചെമ്പിലോട് സ്വദേശി നാസറിനെ ബ്ലേഡ് കൊണ്ട് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഷാഹിദ് പോലീസ് കസ്റ്റഡിയിൽ. 12 വർഷം മുമ്പ് അനധികൃതമായി ടാർ കടത്തിയ കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ വീണ്ടും പോലീസ് പിടികൂടി. തമിഴ്നാട് തേനി മയിലാടുംപാറ സ്വദേശി സുരേഷിനെയാണ് ഇടുക്കി പോലീസ് പിടികൂടിയത്. പാലക്കാട് മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ പാടത്ത് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ച നിലയിൽ അസം സ്വദേശി അബ്ദുൾ അജിത്തിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അട്ടപ്പാടിയിൽ സ്കൂട്ടറിൽ 15 ലിറ്റർ ചാരായം കടത്താൻ ശ്രമിച്ചയാൾ പിടിയിൽ. അഗളി എക്സൈസ് സംഘം പിടികൂടിയത് കോട്ടത്തറ വീട്ടിക്കുണ്ടു നദിയിൽ വീരനെ. കൗമാരക്കാരായ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് പലപ്പോഴും വലിയ ആശങ്കയുണ്ടാകും. ഈ കാലഘട്ടത്തിൽ അവർ എത്രമാത്രം സുരക്ഷിതരാണ്? ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? എത്രമാത്രം സ്വാതന്ത്ര്യം കുട്ടികൾക്ക് അനുവദിക്കാം? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ട്. കൗമാരക്കാരായ കുട്ടികളും അച്ഛനമ്മമാരും തമ്മിലുള്ള ചിന്താഗതിയിലെ വ്യത്യാസം പലപ്പോഴും അവർ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ജനറേഷൻ ഗ്യാപ്പാണ് ഒരു പ്രധാന പ്രശ്നം. ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നതും സാഹസികത കാണിക്കുന്നതും കൗമാരക്കാർ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് കൗതുകവും ആവേശവും എടുത്തുചാട്ടവും. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഉപദേശിക്കാനോ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ മക്കളെ സ്നേഹത്തോടെ ചേർത്തു നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അവരുടെ കൂട്ടുകെട്ടുകൾ നിരീക്ഷിക്കണം. മക്കൾ അപകടത്തിൽ ചാടാതിരിക്കാൻ മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധയും കരുതലും വേണം. കാരണം ഈ കാലഘട്ടം അപകടം പിടിച്ചതാണെന്ന ഓർമ്മ വേണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.